ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഹൈലൈറ്റ് വാർത്തകൾ. മമ്മൂട്ടി ഇപ്പോഴല്ല ശരിക്കും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും തുടരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ആഗ്രഹമല്ല, ഇതൊരു 40 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണെന്ന് ആലോചിക്കണം. 40 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാങ്കേതിക നിലവാരത്തിലും ടെക്നോളജിയൊക്കെ വളർന്നിരിക്കുന്നു. അന്ന് ഏതാനും സിനിമാ വാരികളുണ്ട്, സിനിമയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പത്രങ്ങൾ വളരെ കുറവ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ, അതായത് ഞാൻ നാന പ്രസിദ്ധീകരണത്തിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്ററായിരിക്കുന്നൊരവസരം, അതൊരു 81 കാലഘട്ടം, 80-81 കാലഘട്ടമാണെന്ന് ആലോചിക്കണം. അതാണല്ലോ മമ്മൂട്ടിയുടെ ഒരു വരവിൻ്റെ സമയം. ശരിക്ക് ഒരു പുതിയൊരാൾ വരുമ്പോൾ ആരാണ്, അയാളുടെ ജാതി ഏതാണ്, അയാളുടെ മതം ഏതാണ്, സമ്പന്നനാണോ, രാഷ്ട്രീയ പിടിപാടുകളുണ്ടോ, ഇങ്ങനെ എല്ലാം ചികഞ്ഞു നോക്കാറുണ്ടെന്ന് ആലോചിക്കണം. ആ ചികഞ്ഞു നോക്കി നമ്മുടെ കൂടെ കൂട്ടേണ്ടവരാണോ എന്നും അന്വേഷിച്ചു. അല്ലാത്തവരാണെങ്കിൽ അയാളെ കൊല്ലാതെ കൊല്ലുക എന്നൊരു നയമുണ്ട്. കൊല്ലാതെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആളെ പിടിച്ചു കൊല്ലുക എന്നുള്ളതല്ല, അയാളുടെ പടം ആദ്യം, അതായത് ഉയർന്നു വരുന്ന ഒരു നായക നടനാണെങ്കിൽ അയാളുടെ പടം ഇല്ലാതാക്കി അയാൾ ഔട്ടാക്കുക എന്നുള്ള നയമാണ് അന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള വൃത്തികെട്ട വാക്കുകളല്ല അന്ന് ഉപയോഗിച്ചിരുന്നാലേക്കും, വളരെ തന്ത്രപരമായിട്ട്. അപ്പോൾ അതിന് മുൻപ് പ്രശ്നമുണ്ട് ഇവിടെ. പ്രേം നസീർ ഇവിടെ ശരിക്കും പ്രേം നസീറിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ എന്നാണല്ലോ. അപ്പോൾ അബ്ദുൽ ഖാദർ ശരിക്കും ഒറ്റ നോട്ടത്തിൽ മുസ്ലിം നാമധാരിയാണ്. വെച്ചേക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയാണ് അനുസരിച്ചാണെങ്കിൽ പ്രേം നസീർ പേരായി. എന്തിന്? ചെറിയങ്കീഴിലെ ശാർക്കര ക്ഷേത്രത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ അന്ന് പ്രേം നസീർ ഒരു ആനയെ സംഭാവന ചെയ്തു. ആലോചിച്ചോക്കെ, നമ്മൾക്ക് ലഡ്ഡു കൊടുക്കണ പോലെയാണ് അങ്ങനെ ചെയ്തത്. അത് വലിയ പ്രശ്നമായില്ലേ? എന്നിട്ടും പ്രേം നസീറിനെ വേട്ടയാടിയില്ലേ? പ്രേം നസീറിനെ വേട്ടയാടിയെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ, സിനിമാ പ്രേമികൾ, സിനിമാ പ്രേക്ഷകർ അദ്ദേഹത്തിന് സിനിമ വിജയിപ്പിച്ചില്ലേ? കാരണം അവിടെ പ്രേം നസീറിനുള്ള വ്യക്തിയുടെ സ്നേഹം മാത്രമല്ല, നമ്മളൊരു സിനിമ കാണാൻ പോയാൽ 2-2.5 മണിക്കൂർ സമയം നമ്മൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ, ആസ്വദിക്കാൻ പറ്റുമോ, നമ്മൾ സന്തോഷിപ്പിക്കുമോ, കാശ് മുതലായോ എന്നൊക്കെ നോക്കിയാണ് നമ്മൾ പോവുക. അങ്ങനൊരു കാലഘട്ടം കീഴടക്കിയ നസീറുണ്ടെന്ന് അറിയിക്കണം. പിന്നെ പലരും ഹിന്ദു നാമധാരികളായ കുറേ പേര് വന്നില്ലേ? പിന്നെ മുസ്ലിം നാമധാരികളായ കുറച്ച് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ രക്ഷപ്പെടാൻ പോകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് മമ്മൂട്ടി വന്നത്. ആ മമ്മൂട്ടിയെ അന്ന് തുടങ്ങി ഇവനെ വളർത്താൻ പാടില്ല. ഞാനിത് പറയുമ്പോൾ കേട്ടുകേൾവിയല്ല. കാരണം എൻ്റെ പേര് ഇങ്ങനെ പല്ലിശ്ശേരി എന്നുള്ള പറഞ്ഞ പേര് പലരും പല രീതിയിലാണ്. ഇവൻ്റെ ജാതി ഏതാണ്, മതമാണ്, എന്താണെന്ന് അറിയില്ല. ചോദ്യം കൃത്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് വിരിക്കുന്നവരുണ്ട്, വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചിലർക്ക് അറിഞ്ഞ അപ്പോൾ രത്നകുമാറാണ് എന്ന് പറയുമ്പോഴാ അവൻ ഹിന്ദു ആണല്ലോ എന്ന് മനസ്സിലായത്. അങ്ങനെ മനസ്സിലാക്കിയവർ ചിലർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളിങ്ങനെ മമ്മൂട്ടിക്ക് എല്ലാ ലക്കത്തിലും ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കരുത്. അത് 80 മാത്രമല്ല, ഇപ്പോഴും മമ്മൂട്ടി സിനിമകളെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. അത് പ്രത്യേകിച്ച് കൊടുക്കൽ വാങ്ങുകളൊന്നുമില്ല, ഒരു ഗ്യാരണ്ടിയും ഞങ്ങൾ തമ്മിലില്ല, ഒരു സാമ്പത്തിക ഇടപാടും ഞങ്ങളില്ല, ഒരു സഹായവും ഞങ്ങൾ തമ്മിലില്ല, ഒന്നുമില്ല. കാരണം അദ്ദേഹം ഒരു കലാകാരനാണ്, കുഴപ്പമില്ലാത്ത സിനിമകൾ ചെയ്യുന്നു. ആ ഒരു പരിപൂർണ പിന്തുണ മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ സഹകരണം അത് സാമ്പത്തികമല്ല. മാറ്ററുകൾ അന്വേഷിച്ച് പോകുമ്പോൾ മാറ്ററുകൾ തരാനും, ഇൻ്റർവ്യൂ തരാനും, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും, അങ്ങനെയുള്ള സൗകര്യങ്ങൾ അത് എത്ര തിരക്കുണ്ടായാലും തന്നിരുന്നൊരാളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ആലോചിക്കണം. കാരണം മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിയുടെ ജാതിയും മതവും കുടുംബവും എല്ലാം സിനിമയാണെന്ന് ആലോചിക്കണം. സിനിമ വിട്ട് അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല. അങ്ങനെയാണുള്ളൊരു മമ്മൂട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നാനാ കേരളം ഗ്രൂപ്പിലെ മുതലാളിമാരെല്ലാം അവരും ഇങ്ങനെ ജാതി സ്പർദ്ധ വെച്ച് പുലർത്തുന്നവരല്ല, ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് അവരും അന്ന് പറഞ്ഞത് നോ, അങ്ങനൊരു ചർച്ചയ്ക്കേ നമ്മൾ നിന്നു കൊടുക്കരുതെന്നല്ലേ.
അപ്പോൾ ആ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പച്ചക്കൊടി കാണിക്കാത്തതിൻ്റെ പേരിൽ എതിരായി നിന്നവരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഇപ്പോൾ എന്താ വന്നിരിക്കുന്നത്? പിന്നിടയ്ക്ക് മമ്മൂട്ടി ഔട്ടാക്കാൻ നോക്കിയാലും ഒരു രക്ഷയില്ല. കാരണം മമ്മൂട്ടിയുടെ സിനിമ കാണാൻ ആൾക്കാർ പോകുന്നു. അത് മമ്മൂട്ടി കാശ് കൊടുത്ത് കാണാൻ വിടുകയല്ല എന്ന് ആലോചിക്കണം. അത് ഒന്നല്ല, പല പ്രാവശ്യം പരാജയപ്പെട്ടു പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ വിധി എഴുതുന്ന സിനിമകൾ പോലും വിജയിച്ച് പോകുന്ന അല്ലേ? അപ്പം ഇപ്പോഴാണ് എന്താ പുതിയ സംഭവം ഒരു ചാനലിൽ ഒരു 2-2.5 മണിക്കൂറിൻ്റെ ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മമ്മൂട്ടിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിൽ മമ്മൂട്ടിയെ ഉൾപ്പെടുത്തേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ആ സംവിധായകരുടെ ഭർത്താവോ മുൻ ഭർത്താവോ ഡിവോഴ്സ് എന്തോന്നല്ല, അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകാമായിരുന്നു. അതിലെന്തുകൊണ്ട് മമ്മൂട്ടിയെ ഉൾപ്പെടുത്തി? അതിലൊരു പ്രത്യേക അജണ്ടയില്ലേ എന്ന് ആലോചിക്കണം. ഉണ്ട സിനിമ എടുക്കുന്നു, പുഴു സിനിമ എടുക്കുന്നു. അങ്ങനെ നോക്കിയാൽ കുറേ സിനിമകളുണ്ടല്ലോ ഇവിടെ. മമ്മൂട്ടിക്ക് ഇഷ്ടമുള്ളവർക്ക് മമ്മൂട്ടി ഡേറ്റ് കൊടുക്കുന്നു, കൊടുത്തവർക്ക് തന്നെ ഡേറ്റ് കൊടുക്കുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്, അതായത് മമ്മൂട്ടി എന്തോ വലിയ ദുരൂഹ സാഹചര്യത്തിൽ ദുരൂഹ സംഘടനകളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി സിനിമ ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പരാമർശിച്ചിട്ടുണ്ട്. ഒരു 2-3 ദിവസം കൊണ്ടാണ് ഇത് പടർന്നു പിടിച്ചിരിക്കുന്നത്. എന്തോ രാജ്യദ്രോഹ കുറ്റം മമ്മൂട്ടി ചെയ്തു എന്നുള്ളത്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം. ഞങ്ങൾ മമ്മൂട്ടിയെ കളിയാക്കിയിട്ടുണ്ട്. കാരണം മമ്മൂട്ടിക്ക് ഒരു ഇടതുപക്ഷ വീക്ഷണമുണ്ടെങ്കിലും മമ്മൂട്ടിക്ക് ദേഹം വേദനിക്കുന്ന ഒരു കാര്യം മമ്മൂട്ടി ചെയ്യില്ല. കാരണം മുമ്പൊരിക്കൽ LK അദ്വാനിയുടെ പുസ്തക പ്രകാശനത്തിന് മമ്മൂട്ടി പോയിരുന്നാണ് പഠിക്കാൻ. അന്ന് ഞങ്ങൾ കളിയാക്കി, നാണ് അവരുടെ തലക്ക് ഇങ്ങനെ BJP-ക്കാരുടെ പരിപാടിക്ക് പോകാമെന്നുള്ളത്. അന്ന് മമ്മൂട്ടി പറഞ്ഞു, ഞാൻ പോയത് BJP-ക്കാരുടെ പരിപാടിയായിട്ടല്ല, LK അദ്വാനി അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം എന്നെ വിളിച്ചു എന്നുള്ളതാണ്. എന്നെ വിളിക്കുമ്പോൾ എന്താ, ഞാൻ BJP-ക്കാരനായിട്ടല്ല എന്നെ വിളിച്ചിട്ടുള്ളത്. ഞാൻ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു നടൻ എന്ന നിലയ്ക്ക് വിളിച്ചു പോയി ചെയ്തു എന്നുള്ളതാണത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പാർട്ടിയായിട്ട് എതിർപ്പുണ്ടായിട്ടില്ല, ഒരു പ്രത്യേകിച്ച് ഇതുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയുള്ള മമ്മൂട്ടിയെ ഇപ്പോൾ ഇങ്ങനെ സംഭവം എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? ഇനി സംഭവം പറഞ്ഞു കഴിഞ്ഞു, ഇത് ഫ്ലാഷായി കഴിഞ്ഞു. മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ ആരാ വന്നിരിക്കുന്നത് ഇവിടെ? എൻ്റെ അറിവിലിപ്പോൾ ഞാൻ കണ്ടത്, എനിക്ക് യോജിപ്പിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാത്രമാണ് ഈ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വാർത്ത കൊടുത്തിരുന്നാലേക്കണം. വേറെ ആരും വന്നിട്ടില്ലല്ലോ. ഇടതുപക്ഷ പാർട്ടികൾ വന്നിട്ടില്ലല്ലോ, ഇടതുപക്ഷ നേതാക്കന്മാർ വന്നിട്ടില്ലല്ലോ, തൊട്ടതിനൊക്കെ കൊടി പിടിക്കുന്ന പലരും വന്നിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ അജണ്ട ഇതല്ല. കാരണം ഈ വർഗീയത പേരിൽ ആണെങ്കിൽ ഇങ്ങനെയല്ല. കാരണം മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം മമ്മൂട്ടി നേരെ എടുത്ത് തിയേറ്ററിൽ കൊണ്ടുവരില്ല. ഇതിന് കേന്ദ്ര ഗവൺമെൻറ് സെൻസർ ബോർഡ് എന്നാലോചിക്കണം. സെൻസർ ബോർഡിൽ ഭൂരിഭാഗം പേരും ആരാണ്? BJP-യുമായിട്ട് അടുപ്പമുള്ളതോ അകർച്ചയുള്ളതോ കുറേ പേരായിരിക്കും. അവർ പാസ്സാക്കിയുള്ള സിനിമകൾ എന്നാലോചിക്കണം. അപ്പോൾ ഇതല്ല അജണ്ട എന്നാലോചിക്കണം. അജണ്ട ഒന്നുകിൽ രാഷ്ട്രീയ വൈകൃതമുള്ള മനസ്സുകൾ, അതല്ലെങ്കിൽ മമ്മൂട്ടിയോട് ചോദിച്ച് അവർ വിചാരിച്ച പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ, അതുമല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഡേറ്റ് ചോദിച്ചിട്ട് മമ്മൂട്ടി ഡേറ്റ് ചോദിക്കാറിൻ്റെ പേരിലായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് തെളിയിക്കപ്പെടണം. കാരണം ഇങ്ങനെ വർഗീയ വിഷം മമ്മൂട്ടിയിൽ കുത്തിവെക്കുമ്പോൾ അന്വേഷിച്ച് ആരാണോ എന്ന് അവരെ ഒറ്റപ്പെടുത്തുകയോ ക്രിമിനൽ കുറ്റം ചുമത്തി അവർ ക്രിമിനലായി കാണിക്കുകയോ വേണ്ടതല്ലേ? എന്താ തൊട്ടതിനൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കേരളം, ഇതെന്താ ചർച്ച ചെയ്യപ്പെടാത്ത എന്നാലോചിക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് തീക്കളിയാണെന്ന് ആലോചിക്കണം. ഈ തീക്കളിയിൽ വെന്തു പോകുന്നത് ആരോപണം ഉന്നയിച്ചവരടക്കമുള്ളവരായിരിക്കും. അവർ എത്ര വലിയവരായും ശരി, അവർക്ക് എത്ര വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരായും ശരി, ഇത് ശരിയല്ല എന്ന് ആലോചിക്കണം. കാരണം ഇവിടെ ഒരു നടൻ നിലയ്ക്ക്, കലാകാരൻ നിലയ്ക്ക് മമ്മൂട്ടിയോടൊപ്പം തന്നെയാണ് ജനം എന്നാലോചിക്കണം. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എൻ്റെ പിന്തുണ, ഞങ്ങളുടെ പിന്തുണ മമ്മൂട്ടിക്ക് തന്നെ.